വെൽക്കം ടു ദ മുഫംഗു. അങ്ങനെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു കുക്കിംഗ് റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക പൊരിച്ചു കുഴമ്പ് അല്ലെങ്കിൽ കൈപ്പയ്ക്ക പൊരിച്ചു കുഴമ്പ്. ഞങ്ങളിവിടെയൊക്കെ കൈപ്പയ്ക്ക എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനാവശ്യമായിട്ട് സാധനങ്ങൾ നോക്കിയാലോ. ഒരു കൈപ്പയ്ക്ക, 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു കഷ്ണം കായം, കുറച്ച് കറിവേപ്പില, അരമുറി തേങ്ങ. കൈപ്പയ്ക്ക ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം കേട്ടോ. ഞാൻ ഒന്നും കൂടെ എടുത്ത മറ്റേത് ഫോട്ടോയായിട്ട് എടുത്തത്, അപ്പോൾ ഒന്നും കൂടെ അളവ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഉഴുന്നുപരിപ്പാണ്, തൊലിയുള്ള ഉഴുന്നുപരിപ്പ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഒരു പീസ് കായം, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പ് വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ. പിന്നെ മുളക് പൊടി, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പമുള്ള വാളംപൊടി വെള്ളത്തിലിട്ട് വെച്ചതാണത്. അപ്പോൾ നമ്മൾ ആദ്യം പരിപ്പ് 3 വരെ വെള്ളം ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ട് ഒരു 4-5 വിസിൽ അടിക്കണം. പരിപ്പ് വേവട്ടെ. പിന്നെ ഒരു അടുപ്പിൽ ചീനിച്ചട്ടി വെച്ച് ചൂടാക്കാൻ വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ ആദ്യം കാണിച്ചു വെച്ചില്ലേ കുറച്ച് സാധനങ്ങൾ, അത് വറക്കണം. അപ്പോൾ ആദ്യം എണ്ണ ചൂടായതിന് ശേഷം കായമാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നല്ലപോലെ മൊരിച്ച് എടുക്കണം. 2 സൈഡും കായം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതേ ഇതിൽ ഉഴുന്നുപരിപ്പ് നമ്മൾ വറുത്തെടുക്കുകയാണ്. നല്ലൊരു മണം വരും കേട്ടോ ഈ സമയത്ത്, നല്ല മണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറികൾ. അതൊരു കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ച തേങ്ങയും കൂടെ വറക്കാനിടുക, കൂടെ കറിവേപ്പിലയും. അത് നല്ലപോലെ വറുത്തെടുക്കുക. സാമ്പാറിൻ്റെ അത്ര വറക്കേണ്ട കാര്യമില്ല, എന്നാലും തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ വറുത്തെടുക്കണം. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അതേപോലെ തന്നെ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കാറുണ്ടോ? അതും കൂടെ കമൻസിലൂടെ അറിയിക്കണേ അഭിപ്രായങ്ങൾ. നമ്മളത് തേങ്ങ വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ആവശ്യത്തിന് ഇടും. ഞാൻ 1.25 സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ചിട്ടത്. അതും അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കണം. കായം ആറാനായിട്ട് വെച്ചിരിക്കുക. ഇനി ഇത് അരച്ചെടുക്കണം. നമ്മൾ വേറൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ആ ഒരു ഗ്യാപ്പിൽ ആ വറുത്ത അതേ പാനിൽ തന്നെ, ചീനച്ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച മറ്റേ കൈപ്പയ്ക്കയില്ലേ, ആ കൈപ്പയ്ക്ക വഴറ്റണം. ഇതിൽ തന്നെ വേവും. നമ്മളതിനാണ് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ പൊതുവേ കണ്ടിട്ടില്ല ഇങ്ങനത്തെ കറി വേറെ ആൾക്കാർ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാ വറുത്ത് മാറിയ ഇതിനെ ഇനി നമുക്ക് അരച്ചെടുത്തിട്ട് അത് അപ്പോഴേക്കും ഫ്രൈ ആവട്ടെ. കഴിക്കട്ടെ. അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. പരിപ്പ് വേവിച്ചതുണ്ട്. ഇനി നമ്മൾ വീണ്ടും വഴറ്റുന്നതിലേക്ക് പോവാം. ഇതായിട്ടുണ്ട് കേട്ടോ, കൈപ്പയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വേവിച്ച് മാറ്റി വെച്ചിട്ടില്ലേ മറ്റേ പരിപ്പ്, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫ്രൈ ആയിട്ടുള്ള കൈപ്പയ്ക്ക ഇട്ടു.
ഇതൊന്നും അടുപ്പ് കത്തിക്കാത്ത കേട്ടോ ചെയ്യുന്നത്. നമ്മൾ മറ്റേത് വരെ ചെയ്തു. അതിന് ശേഷം വേറൊരു പാത്രത്തിൽ പരിപ്പ് വേവിച്ചതിട്ടു, കയ്പ്പയ്ക്ക വഴറ്റിയതിട്ടു. ഇനി നമ്മുടെ വാളംപുളി അതിലൊഴിക്കണം. അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് വെച്ചു വാളംപൊടിയും ഉപ്പും പരിപ്പും കയ്പ്പയ്ക്ക വഴറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇതിലുള്ളത്. എന്നിട്ടത് അടുപ്പ് കത്തിച്ച് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചില്ല, അപ്പോൾ അതിൽ തന്നെ വെന്ത് കാണും. പിന്നെ ഈ പുളിയുടെ തിളപ്പിക്കണ സമയത്ത് അപ്പോൾ ഒന്നുകൂടെ അഥവാ ആയിട്ടില്ലെങ്കിൽ ആയിട്ടുണ്ടാവും, എന്നാലും അതും പുളിയൊക്കെ അതിൽ പിടിച്ചാണ്, പുളിയും ഉപ്പുമൊക്കെ. നമ്മൾ അരച്ച മസാല ഇട്ടു. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ തിളയ്ക്കാനായിട്ട് വയ്ക്കുക. നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം തിളപ്പിക്കാനായിട്ട് വയ്ക്കാൻ. കറി തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇനി അധികം പണിയൊന്നുമില്ല. തിളച്ചതിന് ശേഷം കടുക് വറുത്തിടുക. അത്രയാണ് ആയിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കുക. ആദ്യം കുറച്ച് പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിടുക. കടുക് ഞാൻ ഈ ഡപ്പയാണോട്ടോ 2-3 പ്രാവശ്യമൊക്കെ എടുത്തിടുന്നത്. ഞാൻ മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ബോക്സ്, അതിൽ സ്പൂൺ ഇടാൻ പറ്റില്ല. കടുക് പൊട്ടിയതിന് ശേഷം 1-2 ചുവന്ന മുളക് പൊട്ടിച്ചിടുക. അതും മൂത്തതിന് ശേഷം കറിവേപ്പില ഇടുക. വറുത്ത് കൂട്ടുക. അത്രയേ ഉള്ളൂ. നമ്മുടെ പാവയ്ക്ക പൊരിച്ച കുഴമ്പ് അല്ലെങ്കിൽ കയ്പ്പയ്ക്ക പൊരിച്ച കുഴമ്പ് റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റി കറിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കണം. മുന്നേ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.